നമസ്കാരം, എന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കൂട് പൊളിച്ച് ആ കൂടിലുള്ള കോളനിയെ നമ്മൾ എന്റെ ഒരു തടി ബോക്സിലേക്ക് മാറ്റാൻ പോവാണ്. അതിന് വേണ്ടിയുള്ള ടൂൾസും ബാക്കിയെല്ലാം ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യുന്നത്. ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്ന ടൂൾസാണ് ഈ കാണുന്നത്. നമുക്ക് അത്യാവശ്യമായി വന്നിരിക്കുന്ന സാധനങ്ങൾ ഇങ്ങനത്തെ 2 ബോട്ടിൽ, അതിന്റെ അടി കീറിയിട്ടുണ്ട്. നമ്മൾ അടി കീറി ഒരു നനഞ്ഞ തുണി വെച്ച് ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാമർ, പിന്നെ ഒരു മുനയൻ, പിന്നെ ഇതിന്റെ പർപ്പസ് ഞാൻ കുറച്ച് കഴിഞ്ഞ് കാണിച്ചു തരാം, വീഡിയോയിലേക്ക് പോകുമ്പോൾ കാണിച്ചു തരാം. പിന്നെ ഒരു നൈഫുണ്ട്, പിന്നെ 2 തടി ബോക്സ്. ഈ 10x3 ഈ തടി ബോക്സിന്റെ സൈസ്. അതിലൊരു തടി ബോക്സിൽ നമ്മൾ ഡ്രില്ലിട്ട് ഇങ്ങനെ ഹോൾ ചെയ്യും. പിന്നെ ടേപ്പ്, ഡ്രില്ലറ്, ചെറുതായിട്ട് ഇതിനൊരു തണൽ കൊടുക്കാൻ വേണ്ടി ഒരു പോളികാർബണേറ്റ് ഷീറ്റ്. നമ്മൾ ഇന്ന് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കോളനീനെ നമ്മൾ ബ്രേക്ക് ചെയ്ത് ആ കോളനീനെ സേഫ് ആയിട്ട് നമ്മൾ പുതിയൊരു ബോക്സിലേക്ക് സെറ്റ് ചെയ്ത് ആ ബോക്സിനെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം എന്നുള്ള രീതിയിലേക്ക് നമ്മൾ ചെയ്യാൻ പോകാം. നമ്മളിപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ നിന്ന് ഈ കോളനി ബ്രേക്ക് ചെയ്ത് പൊളിച്ചെടുത്ത് അതിനെ ഒരു ബോക്സിൽ വെച്ച് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് പ്ലാൻ. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ അധികം വെയിലില്ലാത്തപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ അവർക്ക്, അതായത് തേനീച്ചകൾക്ക് ചൂടില്ലാതെ നമുക്ക് തേനീച്ചനെ ഡീൽ ചെയ്യാൻ പറ്റും. അധികം ഡയറക്റ്റ് സൺലൈറ്റ് ഇല്ലാത്ത രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. പിന്നെ മഴയില്ലാത്ത ദിവസങ്ങൾ നിങ്ങൾ ചൂസ് ചെയ്യുക. ഇത് ചെയ്യേണ്ട സമയം എന്ന് പറയുന്നത് ബേസിക്കലി വിന്റർ എൻഡ് ചെയ്യുമ്പോൾ, അതായത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ് ഇത് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാനിപ്പോൾ ഇതിപ്പോൾ 1 മാസം ഏർലിയർ ആണ്. പക്ഷെ നമ്മൾ കുഴപ്പമില്ല, എന്നാലും കുഴപ്പമില്ല. പക്ഷെ പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നവംബർ ഡിസംബർ മാസങ്ങളിലാണ്. ഒരു മതില്, ഒരു കോൺക്രീറ്റ് ബ്രിക്കിന്റെ അകത്താണ് ഇപ്പോൾ ആ കോളനി എക്സിസ്റ്റ് ചെയ്യുന്നത്. നമ്മൾ ആ കോളനീനെ അതിൽ നിന്ന് പതുക്കെ ഒരു ബോക്സിലേക്ക് മാറ്റാൻ പോവാണ്. ചെറുതേനീച്ചനെ പറ്റി സത്യം പറഞ്ഞാൽ നമ്മുടെ ഇടയിൽ ഇപ്പോഴും ഒരു അറിവ് കുറവുണ്ടെന്ന് തന്നെ പറയാം. അത് എല്ലാവർക്കും അതിനെപ്പറ്റി അറിയില്ല, അതിന്റെ ഔഷധ ഗുണങ്ങളെ പറ്റി അറിയില്ല. ടെട്രഗോണൽ എറിഡിപ്പിനസ് എന്നാണ് ഇതിന്റെ ശാസ്ത്രീയ നാമം. ഇത് സൗത്ത് ഇന്ത്യയിലും ശ്രീലങ്കയിലും ഒക്കെ കണ്ടുവരുന്ന ഒരു തരം ഇനമാണ്. നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഞാനീ പറഞ്ഞ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോവാം. ജിതിൻ എന്നാണ് ഫ്രണ്ടിന്റെ പേര്. പിന്നെ എന്റെ ഫ്രണ്ട് നിക്കുവും ഉണ്ടെന്ന് നമ്മളെ കൂടെ വീഡിയോ എടുക്കാനും വീഡിയോ സഹായങ്ങൾക്കും ബാക്കി അതിന്റെ ആവശ്യങ്ങൾക്കും അവന് കൊണ്ടുപോകും. നമുക്ക് ആ വീട്ടിലേക്ക് പോവാം. ബോട്ടിലിങ്ങനെ എടുത്തിട്ട് അതിന്റെ അടി ഇങ്ങനെ തുറക്കുന്നു. കട്ട് ചെയ്ത ബോട്ടിൽ എടുത്തിട്ട് അതിൽ നമ്മളൊരു 3 സൈസുള്ള ഒരു പീസ് വെച്ചിട്ട് ഇതിന്റെ ടോപ്പിൽ ഇങ്ങനെ അടച്ചു വെക്കുകയാണ്. ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ആ കൂട് പൊളിക്കുമ്പോൾ അതിന്റെ അകത്തുനിന്ന് ആദ്യം തേനീച്ചയെ മൊത്തം ഇതിലേക്ക് ആക്കും. നമ്മളത് കാണിച്ചു തരാം. അതിനെ ഫുള്ള് ഇതിലോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ അവർക്കൊരു ശല്യം ഇല്ലാതെ നമുക്കതിനെ മാനേജ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ ഈ കൂടിനെ പതുക്കെ തട്ടി തുടങ്ങുകയാണ്. തട്ടുമ്പോൾ ഇതിന്റെ അകത്തുള്ള തേനീച്ചകളൊക്കെ വെളിയിലോട്ട് വരും. അപ്പൊ നമ്മൾ അവരെ ഇത് വെച്ച് പിടിക്കും. അതാകുമ്പോൾ അവർക്ക് ശല്യം ഉണ്ടാവില്ല. അവരിതിന്റെ അകത്ത് കുറച്ച് നമ്മൾ ഇത് മാറ്റുന്ന സമയം വരെ, അതായത് നമ്മുടെ പുതിയ ബോക്സിലേക്ക് ഇതിനെ മാറ്റുന്ന ആ ഒരു സമയം ഈ തേനീച്ചകളെല്ലാം ഇതിന്റെ അകത്ത് ഇരിക്കുകയും ചെയ്യും. അവർക്ക് വേറെ പ്രശ്നം ഉണ്ടാവില്ല. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ബോട്ടിൽ ഡ്രൈ ആയിരിക്കണം. ഇതിന്റെ അകത്ത് ഒരു തരം സ്മെല്ലോ ഈർപ്പമോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. പിന്നെ ഈ തുണി കുറച്ച് ബ്രീതബിൾ ആയിരിക്കണം. അവർക്ക് എയർ കയറുന്ന രീതിയിലുള്ള ഒരു തുണി വെക്കുക. അതിനെ കുറച്ച് നനച്ച് വെക്കുകയാണെങ്കിൽ അതൊരു തണുപ്പും കൂടെ ആവും. അത്രയൊക്കെ തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിച്ചത്. ഓക്കെ, നമ്മളിപ്പോൾ ഇതിങ്ങനെ വെച്ചിട്ട് ഇവരുടെ കൂട് ഇതിന്റെ ഇവിടെ ആയിട്ടാണ്. അപ്പോൾ നമ്മളിങ്ങനെ തട്ടിക്കൊടുക്കുകയാണ്. നന്നായിട്ട് തട്ടിക്കൊടുത്താൽ മതി. അപ്പോൾ അവരിത് ഇങ്ങനെ പതുക്കെ വെളിയിലേക്ക് വന്നു തുടങ്ങും. ഇതിന്റെ അകത്ത് കണ്ടോ, അവര് ഫുള്ള് ഇതിന്റെ അകത്ത് ഇങ്ങനെ, ഇത് ആദ്യം വരുന്ന അറ്റാക്കിംഗ് ബീസാണ്. അവരെ ഫുള്ള് നമുക്ക് ഇതിന്റെ അകത്തേക്ക് ആക്കി കഴിഞ്ഞാൽ നമുക്കും ഒരു പ്രശ്നമില്ല, അവർക്കും അവരുടെ ജീവനും ഒരു പ്രശ്നമില്ലാതെ നമ്മളിങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്കിപ്പോൾ ഈ കോളനിയിലെ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ അറ്റാക്കിംഗ് ബീസിനെയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് വലിയൊരു കോളനി അല്ലാന്ന് തോന്നുന്നു, പൊളിച്ചാലേ അറിയുള്ളൂ. അപ്പോൾ ഏകദേശം കുറെ അറ്റാക്കിംഗ് ബീസ് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അവരെ നമുക്ക് വെയിലത്തുനിന്ന് മാറ്റി നമുക്ക് വയ്ക്കാം. അവരെ ചൂടൊന്നും അടിക്കാതെ സേഫായിട്ട് നമുക്ക് ഒരു സ്ഥലത്ത് മാറ്റി വയ്ക്കാം. കഴിവതും മാക്സിമം സോഫ്റ്റായിട്ട് ഇതിനെ ഡീൽ ചെയ്യുക. അധികം ബലവും ശക്തിയൊന്നും ഇല്ലാതെ ഇതിനെ ഡീൽ ചെയ്താൽ അവർക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമുക്കിപ്പോൾ ഈ ബ്രിക്ക് ഇങ്ങനെയാണ്, ഈ ബ്രിക്കിൻ്റെ അകത്താണ് ഇവരുടെ കോളനി. അപ്പോൾ ഇതിനെ വെളിയിലെടുക്കണമെങ്കിൽ നമുക്ക് വേറെ മാർഗ്ഗമില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ഡ്രില്ലർ ഉപയോഗിക്കുന്നത്.
ആ ബ്രിക്ക് നമ്മൾ വെളിയിലെടുത്തിട്ടുണ്ട്. കുറച്ചു നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ പൊളിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. വലിയ കുറച്ച് സിമെന്റ് ബ്രിക്ക് ആയതുകൊണ്ട് കുറച്ച് സിമെന്റ് പൊടിയൊക്കെ അതിൽ വീണിട്ടുണ്ട്. ബ്രൂട്ട് ചേമ്പറും കാണാം. നമുക്ക് ഇതിൽ നിന്ന് ഇനി റാണിയെ സെപ്പറേറ്റ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. ഈ കാണുന്നത് പൂമ്പൊടിയാണ്. ഇതും തേനും മുട്ടയുമാണ് നമ്മൾ പുതിയ കോളനിയിലേക്ക് വയ്ക്കേണ്ട സാധനങ്ങൾ. എന്നാലേ അവർക്ക് പുതിയൊരു കോളനി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഇപ്പൊ അവരുടെ എക്സിസ്റ്റിംഗ് കോളനിയിൽ നിന്ന് ഈ 3 പറഞ്ഞ സാധനങ്ങൾ പുതിയ കോളനിയിലേക്ക് നമ്മൾ വച്ചു കൊടുത്താൽ അവര് ബാക്കി അവര് നോക്കും. ഈ കോളനിയിൽ നിന്ന് നമ്മൾ എഗ്സ് ട്രാൻസ്ഫർ ചെയ്യാണ്. എഗ്ഗാണിത്. ഇതൊക്കെ പ്രായമുള്ള എഗ്സ് ആണ്. നമ്മളിപ്പോഴും റാണിയെ കണ്ടുപിടിച്ചിട്ടില്ല. ഈ മുട്ടയുടെ ഇടയിൽ എവിടെയോ റാണി ഉണ്ടോ? നമ്മൾ റാണിയെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് റാണി. അപ്പൊ നമ്മൾ റാണീനെ സേഫായിട്ട്, കുറച്ച് തേനൊക്കെ ആയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല. നമ്മൾ ഈ വർക്കർ ബീസ് റാണീന്റെ തേന് ഫുള്ള് മാറ്റിക്കോളും. ഇവരെ ഇതിലേക്ക് വയ്ക്കുകയാണ്. നമ്മൾ ഈ പൂമ്പൊടി ഫ്രണ്ടിൽ വെക്കണം. അത് കഴിഞ്ഞിട്ട് വരുന്ന സ്പേസ് എന്ന് പറയുന്നത് ബ്രൂട്ട് ചേമ്പർ ആണ്. അവരുടെ എഗ്ഗും കാര്യങ്ങളും വരുന്ന ചേമ്പറാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഈ സ്ഥലം കൊടുത്തേക്കുന്നത് അവർക്കിനി ഹണി പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു ഏരിയ. ഈ കാണുന്നത് മൊത്തം ഹണിയാണ്. ഹണി പ്രോസസ് ചെയ്യുന്നത് ബാക്കി കാണിച്ചേ. നമ്മള് ഈ കോളനിയിൽ നിന്ന് കിട്ടിയ തേന് നമ്മൾ ഈ ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇത്രയും തേനാണ്, തേനിന്റെ ചേമ്പറുകളാണ് ഈ കാണുന്നത്. കുറച്ചു നേരം ഇതിനെ ഇങ്ങനെ വെയിലത്ത് വെച്ചിരുന്നാൽ മതി. നാച്ചുറലി ഇതില് ഹീറ്റ് അടിച്ചിട്ട് അത് പതുക്കെ അതിൽ നിന്ന് ഊറി ഇറങ്ങിക്കോളും. തേന് മൊത്തം ഊറി ഇറങ്ങിക്കോളും. എന്നിട്ട് ബാക്കി കിട്ടുന്ന നമുക്ക് ഈ വാക്സിന് നമുക്ക് ബി വാക്സ് ആയിട്ട് വച്ചേക്കാം. നമുക്ക് ഫ്യൂച്ചറിൽ ബീന്റെ ഒരു പർപ്പസസിന് അത് ആവശ്യം വരും. അല്ലാതെ ഇതിന് റീറ്റെയിൽ വാല്യൂ ഉണ്ട്. നമ്മൾ റാണിയെ സേവ് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന പോലെ പൂമ്പൊടിയും മുട്ടയും തേനും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കുറച്ച് സമയം അവർക്ക് കൊടുത്ത് അവർ ബാക്കി ഫുൾ അവർ അറേഞ്ച് ചെയ്തു. ഓക്കെ, ഈ പീസാണ് നമ്മുടെ ടോപ്പിൽ വരുന്ന പീസ്. ആ കാണുന്നതാണ് ബോട്ടം പീസ്. അപ്പോ ഈ പീസ് ഇത്, അതായത് ഈ കോളനി ഇവരുടെ പുതിയ കോളനിയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ അവരുടെ പഴയ കോളനിയിൽ നിന്ന് ബി വാക്സ് എടുത്ത് നമ്മൾ ഇതിലേക്ക് ഇങ്ങനെ വച്ചു കൊടുക്കുകയാണ്. അപ്പൊ അവർക്ക് സെന്റ് ഉണ്ടായിട്ടാണ് അവരുടെ പുതിയ കോളനി എന്ന് അവർക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് നമ്മളിത് ചെയ്യുന്നത്. ഈ ബി വാക്സ് എടുത്ത് ഇതിന്റെ സൈഡിലൊക്കെ തേച്ച് കൊടുത്തു. ഇത് ഒട്ടിക്കാൻ, അതായത് മറ്റേ ബോക്സ് അതിന്റെ മുകളിലേക്ക് വെക്കാൻ എളുപ്പത്തിന് വേണ്ടി നമ്മൾ ഇതൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പൊ വേറെ ടേപ്പോ പശയോന്റെ ഒന്നും നമുക്ക് ആവശ്യം വരില്ല. ഇത് തന്നെ ഒട്ടിയങ്ങിരുന്നോളൂ. അപ്പൊ എന്നിട്ട് നമ്മൾ ഈ പീസ് എടുത്ത് ഇങ്ങനെ അടച്ചു വെച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പുതിയ കോളനി സെറ്റാണ്. നമ്മൾ ഈ ചെയ്ത ഈ സാധനം ഇവിടെ കുറച്ചു നേരം വച്ചേക്കണം. അപ്പൊ ഈ വെളിയിൽ ഈ കറങ്ങി നടക്കുന്ന ബീസ് മൊത്തം കുറച്ച് കഴിയുമ്പോഴത്തേക്കും പതുക്കെ പതുക്കെ ഇതിലേക്ക് കയറി തുടങ്ങും. അവർക്കൊരു 1 ദിവസം 1.5 ദിവസം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും അവർ ഇത് പുതിയ കോളനിയിലേക്ക് സെറ്റ് ആവും. ഇപ്പൊ സമയം ഏകദേശം 9:30-10 മണിയായിട്ടുണ്ട്. നമ്മളിത് രാവിലെ ചെയ്തതിന്റെ കാരണം എന്ന് പറയുന്നത് തന്നെ വെയിലില്ലാത്തപ്പോഴും ചൂടധികം അടിക്കാതെയും ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ രാവിലെ ചെയ്തേക്കുന്നത്. അപ്പൊ ഇത് വൈകുന്നേരം വരെ ആവുമ്പോഴത്തേക്ക് ഇവർക്കൊരു ഏകദേശം സമയം കിട്ടിയിട്ട് ഇവര് ഇതിലേക്ക് പുതിയ കോളനിയിലേക്ക് മാറും. എന്നിട്ട് നമുക്ക് വൈകുന്നേരം ആകുമ്പോൾ ഇതിനെ എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാം, നമുക്ക് ഇഷ്ടം. അപ്പൊ നമ്മൾ ഈ പുതിയ കോളനി വെച്ചു കൊടുത്ത് ഇവർക്ക് അത് മനസ്സിലാവുന്നവരെ ഇവരിങ്ങനെ കൺഫ്യൂഷൻ അടിച്ച് നടക്കും. അപ്പൊ ഈ ഒരു പീരീഡില് ആണ് ഇവർ ഏറ്റവും വൾണറബിൾ. അപ്പം ഇവർക്ക് ഈ സമയത്ത് മറ്റ് ഇൻസെക്ട്സിൽ നിന്ന്, അതായത് ഉറുമ്പാണ് മെയിൻലി ഇവരെ അറ്റാക്ക് ചെയ്യുന്നത്. ഉറുമ്പ് ഇവരുടെ തേനിന് വേണ്ടി, തേനിന്റെ മണം അടിച്ചിട്ട് തേൻ എടുക്കാൻ വേണ്ടി വരും. അപ്പൊ തേനിനെ എടുക്കാൻ വരുന്ന ഉറുമ്പുകളെ നമുക്ക് മാക്സിമം പ്രതിരോധിക്കാൻ വേണ്ടി എന്തൊക്കെ സഹായങ്ങൾ ഇവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ അതെല്ലാം നമ്മൾ ചെയ്യണം. അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ടേപ്പ് ഒട്ടിച്ചേക്കുന്നത്. ഒരു താൽക്കാലിക മെഷർ മാത്രമാണത്. അത് കഴിയുമ്പോൾ അവർ ഇതിന്റെ അകത്ത് മൊത്തം അവർ ബി വാക്സ് വെച്ച് സീൽ ചെയ്തോളും. അത്രയും സമയം ഇവർക്ക് ടേപ്പ് വെച്ചിട്ട് നമ്മൾ ചെറിയൊരു രീതിയിൽ ഇവരെ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. വേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാല് കുറെ ദിവസമായിട്ട് മഴയായിരുന്നു. ഇപ്പൊ 2-3 ദിവസമായിട്ട് മഴയില്ല. ഇന്ന് ക്ലിയർ ആയപ്പോഴത്തേക്കും നമ്മളിത് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്യാണ്. അങ്ങനെ വെയിലും മഴയാണ് ശ്രദ്ധിക്കേണ്ടത്. പിന്നെ അതല്ലാതെ ഈ പറഞ്ഞ പോലെ ഉറുമ്പിനെയും ശ്രദ്ധിക്കണം. അപ്പൊ ഇത് 3ഉം കവർ ഒന്ന് ഇവരെ അധികം എഫക്ട് ചെയ്യാത്ത രീതിയിൽ ഈ പുതിയ കോളനി പ്ലേസ് ചെയ്ത് കൊടുത്താൽ ഇവര് ബാക്കി അറേഞ്ച് ചെയ്യും. ഇപ്പൊ നമ്മളിപ്പോ ഇത് തൽക്കാലം ഇന്നൊരു ദിവസത്തേക്ക് ഇത് ഇവരുടെ പഴയ കോളനി ഇരുന്ന സ്ഥലത്ത് തന്നെ വെച്ചു കൊടുക്കാൻ പോവാണ്. വൈകുന്നേരം വരെ ഇത് ഇവിടെ ഇരിക്കും. അത് കഴിഞ്ഞ് നമ്മളിതെടുത്ത് മാറ്റും.
ഇപ്പൊ ഇത് വെച്ചേക്കുന്ന പ്ലേസിൽ അധികം വെയിലടിക്കുന്നില്ല, എന്നാലും നമ്മൾ ഒരു ചെറിയ റൂഫ് പോലെ ഇതിന് വച്ചു കൊടുക്കുകയാണ്. തൽക്കാലം അവർക്ക് വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാതെ അവരിതിൽ ഇരിക്കും. പിന്നെ നമ്മള് നേരത്തെ പിടിച്ചു വെച്ച തേനീച്ചകളെ നമ്മൾ തുറന്നു വിടുകയാണ്. ഇതിവിടെ വച്ചിരുന്നാൽ മതി, എന്നിട്ട് നമുക്ക് ഈ ഏരിയയിൽ നിന്ന് പതുക്കെ മാറാം. ഇവിടെ പൊളിച്ച് ട്രാൻസ്ഫർ ചെയ്ത് എന്റെ വീട്ടിലേക്ക് ഇപ്പൊ കൊണ്ടുവന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഈ കഴിഞ്ഞ ഒരാഴ്ച അവർ ഹെൽത്തി ആയിട്ട് അവരുടെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്, ഹൈവിലെ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഗാർഡ് തേനീച്ചകൾ ഒരു ഹൈവിന്റെ ഫ്രണ്ടിൽ എപ്പോഴും ഉണ്ടെങ്കിൽ ആ കോളനി ഹെൽത്തി ആണെന്നുള്ളതിന്റെ ഒരു സിഗ്നലാണത്. ഞാനിപ്പോ അവിടെ വെച്ച് കാണിച്ച ആ റൂഫ് ഇതിന് വെച്ചിട്ടുണ്ട്, ഈ പോളികാർബണേറ്റ് ഷീറ്റ് അതിന്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഫുള്ള് ടേപ്പ് ചെയ്തിട്ടുണ്ട് ഇതിനെ, ഈർപ്പം അടിക്കാതിരിക്കാനും അങ്ങനെ അധികം വെയിലടിക്കാതിരിക്കാനും. ഓക്കെ, നിങ്ങളപ്പോൾ ഇത് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2-3 പോയിന്റ്സ് എന്ന് പറയുന്നത് ഒന്ന് വെയിലാണ്, പിന്നെ ഒന്ന് മഴയാണ്. പിന്നെ ഇത് പൊളിച്ചു കഴിഞ്ഞ് ഇതിനെ പ്രെഡേറ്റേഴ്സ് അറ്റാക്ക് ചെയ്യാതിരിക്കാനും നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഒരിക്കലും ഒരു കോളനിയെ നിങ്ങൾ രാത്രി എക്സ്പോസ് ചെയ്യില്ല. ഇത് കഴിവതും രാവിലെ തന്നെ നിങ്ങൾ ചെയ്യുക, രാവിലെ തന്നെ ഇത് ചെയ്തും തീർക്കുക. കോളനി ബ്രേക്ക് ചെയ്ത് പുതിയ ബോക്സിലേക്ക് ഇതിനെ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇതിന്റെ കോളനിയിലെ എൻട്രൻസിൽ ഫസ്റ്റ് വരുന്നത് പോളനാണ്. പോളൻ ചേമ്പറാണ് ആദ്യം വരുന്നത്, അത് കഴിഞ്ഞിട്ട് ബ്രൂട്ട് ചേമ്പറാണ്, അത് കഴിഞ്ഞ് ഹണി ചേമ്പറാണ്. ആ ഓർഡറിൽ തന്നെ നിങ്ങൾ വയ്ക്കണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഇവിടം വരെ കണ്ടതിന് നന്ദി. ഇവിടം വരെ എത്തിയ സ്ഥിതിക്ക് ഒരു ലൈക്ക് ഇടുക, സബ്സ്ക്രൈബും കൂടെ അടിക്കുക.